الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ മാസം സമാഗതമാവുകയാണ്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട് റമദാൻ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ടത് നോമ്പാണ്. അതുകൊണ്ട് ഏതാനും ചില ഹുക്കുമുകൾ സാന്ദർഭികമായി മനസ്സിലാക്കുക എന്നത് നല്ലതാണ്. നോമ്പ് നിർബന്ധമുള്ളത് തക്ലീഫുള്ളവർക്കാണ്. തക്ലീഫുള്ളവർ എന്ന് പറഞ്ഞാൽ മുക്കല്ലഫ് എന്ന് പറയും. ഇസ്ലാമിന്റെ മതശാസനകൾ വഹിക്കാൻ പ്രാപ്തിയുള്ളവർക്കാണ് തക്ലീഫുള്ളവർ എന്ന് പറയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം മുസ്ലിം ആയിരിക്കുക എന്നതാണ്. മുസ്ലിമായിരിക്കുന്നവർക്കേ, ഇസ്ലാം ഉള്ളവർക്കേ ഇസ്ലാമിലെ നോമ്പ് നിർബന്ധമുള്ളൂ. കാഫിറുകൾക്കും അവിശ്വാസികൾക്കൊന്നും നോമ്പ് ശർഈയായിട്ട് ബാധ്യതയില്ല. അവര് അത് ചെയ്താലും അതിന് പ്രതിഫലാർഹമല്ല. പത്രത്തിലൊക്കെ കാണും, ഇന്ന ആള് ഇത്ര കാലമായിട്ട് നോമ്പ് നോൽക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട് എന്നൊക്കെ. ഖുർആൻ പറയുന്നത് വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാത്തുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വലാ യഅതൂന സ്വലാത്ത ഇല്ലാ വഹും കുഫാല ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. മുനാഫിഖുകള്, സത്യനിഷേധികള്, അവിശ്വാസികള്, അവരൊക്കെ ആയിപ്പോയതിന്റെ പേരിൽ അവരുടെ സദഖത്തുകളോ സക്കാത്തുകളോ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ്. അപ്പൊ വിശ്വാസമില്ലാതെ, ഇസ്ലാം ദീനില്ലാതെ അമല് ചെയ്താൽ അത് പടച്ചവന്റെ പ്രീതി ലഭിക്കുന്നതായി മാറുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ബുലൂഗാവുക എന്നതാണ്. പ്രായപൂർത്തി എത്തണം. നിർബന്ധമാവണമെങ്കിൽ കുട്ടികൾക്ക് നോമ്പ് നോൽക്കാം, കുട്ടികളെ കൊണ്ട് നോമ്പ് ശീലിപ്പിക്കണം, കുട്ടികൾക്ക് ഹജ്ജ് ചെയ്യാം, കുട്ടികൾക്ക് നിസ്കരിക്കാം, കുട്ടികൾക്ക് ജുമായിൽ പങ്കെടുക്കാം, ഒന്നും വിരോധമില്ല. പക്ഷെ അവർക്ക് തക്ലീഫില്ല, ബാധ്യതയില്ല എന്നർത്ഥം. പ്രായപൂർത്തിയായാൽ നോമ്പ് നിർബന്ധമാവും. പ്രായപൂർത്തി നമുക്കറിയാമല്ലോ, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആൺകുട്ടിയായാൽ പ്രായപൂർത്തിയാവുക ഒന്നുകിൽ 15 വയസ്സാവണം, അതല്ലെങ്കിൽ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ കുട്ടിയിൽ കാണണം. താടിരോമം, മീശരോമം ഒക്കെ കട്ടിയുണ്ടാവുക, രഹസ്യഭാഗങ്ങളിലെ രോമങ്ങളൊക്കെ കട്ടിയായി വളരുക, സ്വപ്നസ്ഖലനം ഉണ്ടാവുക തുടങ്ങിയവയൊക്കെയാണ് പണ്ഡിതന്മാർ പ്രായപൂർത്തിയുടെ അടയാളമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നിശ്ചിത വയസ്സിൽ പരിമിതമല്ല. അപ്പൊ 15 വയസ്സാവട്ടെ എന്ന് കാത്തിരിക്കേണ്ടതില്ല. അതിന്റെ മുമ്പ് തന്നെ
ആൺകുട്ടികളിൽ ഈ അടയാളം കണ്ടാൽ ആൺകുട്ടികൾക്ക് നോമ്പ് നിർബന്ധമാകും. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾക്ക് 9 വയസ്സ് അതല്ലെങ്കിൽ സാധാരണ നിലക്ക് ആർത്തവം തുടങ്ങുന്ന കാലഘട്ടം മുതലാണ് പെൺകുട്ടികളെ പ്രായപൂർത്തിയായവരായി നമ്മൾ കണക്കാക്കുക. ആർത്തവം ഉണ്ടായാൽ ആ കുട്ടി എത്രാം ക്ലാസ് പഠിക്കുകയാണെങ്കിലും ശരി, എത്ര ചെറുതാണെങ്കിലും ശരി, ആ കുട്ടി പ്രായപൂർത്തിയെത്താത്ത കുട്ടിയാണ്. ആർത്തവം പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇത് പറയാൻ കാരണം ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കരുതുന്ന പ്രായപൂർത്തിയല്ല ഇസ്ലാമിന്റെ പ്രായപൂർത്തി. അങ്ങനെ പ്രായപൂർത്തിയായ കുട്ടികൾ നോമ്പ് നോച്ചിട്ടില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ മേലിൽ ഒരു മതശാസനയായി നിലനിൽക്കുകയും അത് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. കുട്ടി ചെറുതാണെങ്കിലും ആർത്തവം ഉണ്ടായാൽ പെൺകുട്ടിയല്ലേ, ചെറുതല്ലേ, നോമ്പ് നോൽക്കാൻ ആയിട്ടില്ലല്ലോ എന്ന് അമ്മമാരൊരിക്കലും തീരുമാനിക്കാൻ പാടില്ല. അഥവാ നോച്ചിട്ടില്ലെങ്കിൽ അത് ഖളാ ആയിട്ടെങ്കിലും നോറ്റ് വീട്ടേണ്ടതാണ്. അതാണ് പ്രായപൂർത്തിയുടെ കാര്യം. മറ്റൊന്ന് ബുദ്ധിയാണ്. നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എന്നാണ് പറയാറുള്ളത്. ബുദ്ധിയുള്ളവർക്കേ നോമ്പ് നിർബന്ധമുണ്ട്. ഇസ്ലാമിലെ സക്കാത്ത് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ബുദ്ധിയുള്ളവർക്കാണ് നിർബന്ധം. ബുദ്ധിയില്ലാത്തവന്റെ പേരിൽ കുറച്ച് മുതലുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അവന്റെ മേലിൽ പണമുണ്ടെങ്കിൽ അവന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന്റെ സക്കാത്തും കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. എന്നാ അവന്റെ നിസ്കാരോ ഹജ്ജോ അതൊന്നും ബാധ്യതയില്ല. തമ്മീസ് ഉണ്ടാവുക എന്നതിന് പറയാം. വകതിരിവാണ് ബുദ്ധിയുടെ അടയാളം. മനുഷ്യനെ കണ്ട മനുഷ്യനാണെന്നും ഇപ്പോ വകതിരിവില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടം. കൊലപാതകത്തിന്റെ ഒക്കെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. വിഷയം അതല്ല. മനുഷ്യനെ കണ്ട മനുഷ്യനാണെന്നും മൃഗങ്ങളെ കണ്ട മൃഗങ്ങളാണ് എന്നും ചുവപ്പ് കണ്ട ചുവപ്പാണ് എന്നും നീല കണ്ട നീലയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയണം. വാപ്പന്നരാണ് ഉമ്മന്നതാണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന അതിനാണ് ബുദ്ധി ഉണ്ടാവുക എന്ന് പറയാം. അതല്ലാതെ പരിപൂർണമായിട്ട് ഉള്ള ബുദ്ധിപൂർമ്മതയൊന്നും അവിടെ ആവശ്യമില്ല. തമ്മീസ് എന്നതിന് തമ്മീസ് ഉള്ള കുട്ടിക്ക് ആണും പെണ്ണും കണ്ടാൽ തിരിച്ചറിയണം. നന്മയും തിന്മയും ഏറെക്കുറെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കണം. ഈ ഒരു പ്രായവും നോമ്പിന് നിർബന്ധമാണ്. വകതിരിവുള്ളവർക്കാണ് അപ്പൊ നോമ്പ് നിർബന്ധമുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ ആളുകൾക്കാണ് നോമ്പ് നിർബന്ധം എന്നർത്ഥം. മറ്റൊന്ന്, നോമ്പ് നോൽക്കാൻ കഴിവുണ്ടാവും. കഴിവില്ലാത്തവര് നോമ്പ് നോൽക്കേണ്ടതില്ല. നോമ്പ് നോൽക്കാനുള്ള കഴിവ്, കാരണം അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്ത് കൂടിയാണ്. പല നിലക്ക് കഴിയാതിരിക്കാം. ചിലപ്പോൾ രോഗിയായിരിക്കും. രോഗികൾ തന്നെ 2 രൂപത്തിലുണ്ടാവും. ചിലപ്പോൾ താൽക്കാലികമായി രോഗിയായ ആളുകളുണ്ടാവും. കുറച്ചു കഴിഞ്ഞാൽ രോഗം മാറും. സാധാരണ ഒരു പനിയോ കഫക്കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക അസുഖം കുറച്ച് ദിവസം വന്നാൽ അവന് നോമ്പ് നോൽക്കേണ്ടതില്ല. കാരണം അത് മാറും. കുറച്ചു കഴിഞ്ഞാൽ അത് മാറും. അവൻ നോമ്പ് നോൽക്കണ്ട. പിന്നെ ആ നോമ്പ് എത്ര എണ്ണം നഷ്ടപ്പെട്ടോ അത്ര എണ്ണം വീട്ടിയാൽ മതിയെന്ന്. സൗകര്യമാകുമ്പോ വേഗം അത് വീട്ടുക. വേറെ ചില രോഗികളുണ്ടാവും. പടുവൃദ്ധന്മാര്, തീരെ വൃദ്ധനാണ്, ഒന്നിനും കഴിയാതെ ഒരു കിടപ്പില ഒന്നിനും വയ്യാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും വേണ്ടെന്നാണ്. പ്രായമായിട്ട് അങ്ങനെ വർഷങ്ങളോളം കിടക്കുന്ന ആളുകളുണ്ടാവും. ഒരു ഓർമ്മയോ വിളിയോ ഇഷാറത്തോ ഒന്നും കാര്യമായിട്ടില്ലാതെ കിടക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിലേക്ക് വിടാം. പ്രായമുണ്ട്. എങ്ങനെ ഖുർആൻ പറഞ്ഞത് അലല്ലദീന യുതീഖൂനഹു, വളരെ പ്രയാസത്തോടുകൂടി നോമ്പ് നോൽക്കാൻ അവർക്ക് കഴിയും. മറ്റത് പ്രയാസത്തോടും കഴിയില്ല. അങ്ങനത്തെ വൃദ്ധന്മാരാണ്. പടുവൃദ്ധന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ രോഗികളായിട്ട് കിടക്കുന്ന ആളുകൾ, ഒരിക്കലും കഴിയാത്ത ആളുകളാണ്. എന്നാൽ പ്രയാസത്തോടുകൂടി നോമ്പ് നോൽക്കാൻ കഴിയുന്ന ആളുകൾ അവര് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണം ഫിദിയയായി നൽകിയാൽ മതിയെന്ന്. ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം. ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കണ്ട. ഓരോരുത്തർ ചോദിച്ചാൽ അവർക്ക് അതിന്റെ കാശും പിന്നെ പോയിന്റും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനൊന്നും വലിയമാരെ ബുദ്ധിമുട്ടിക്കണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ എന്താ ചെലവാകുക? ഹോട്ടലിൽ കയറിയാൽ എന്താ ആകുക? സാധാരണ നിലയ്ക്ക് ഒരു സാധാരണ ഭക്ഷണം, വലിയ അടിപൊളി ഭക്ഷണമൊന്നും വേണ്ട. ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് ചെലവാകുന്ന ഭക്ഷണം വാങ്ങി കൊടുത്താൽ മതി എന്നുള്ളതാണ്. പണമായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്.
പണം വാങ്ങിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന വല്ല തീങ്ങാനെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് വിരോധമല്ല. കാരണം അവര് ഭക്ഷണമായിട്ട് കൊടുക്കും. നേർക്ക് നേരെ ഒരു സാധുവിനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഒരു മിസ്കീനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഇതിന്റെ നോമ്പ് വിൽക്കാനുള്ള പൈസ ആണെന്ന് 60 റുപ്യ അല്ലെങ്കിൽ പോയിട്ട് ചോറും മീനും കഴിച്ചോന്നു കൊടുക്കാൻ പാടില്ല. അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹാബികളൊക്കെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അവർ ചെയ്തിരുന്നത് നോമ്പ് തുറപ്പിക്കുമ്പോൾ അവരെ വിളിക്കും. അത് നല്ലൊരു കാര്യമാണ്. നോമ്പ് തുറപ്പിക്കുമ്പോൾ വിളിക്കുക, നോമ്പ് തുറപ്പിച്ചു വിടുക, ഒരാളെ നോമ്പ് തുറപ്പിക്കുക. അത് ത്വാമു മിസ്കീൻ, ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണം. കുറച്ച് അധികം കൊടുത്താലും വിരോധമല്ല എന്നർത്ഥം. കുറയരുത്, അത് ഫിദിയായി കൊടുക്കണം എന്നാണ്. അപ്പൊ പ്രയാസത്തോടു കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്ന രോഗികളായ ആളുകൾ ശമനം പ്രതീക്ഷിക്കുന്നില്ല, എന്നും രോഗാണ്, ശമനം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ശമനം പ്രതീക്ഷിക്കുന്ന രോഗികളാണ്. 4 ദിവസം കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ 2 മാസം റെസ്റ്റ് കഴിഞ്ഞാൽ മാറും. അവർക്കിത് ചെയ്താൽ മതി, അവർക്ക് പിന്നെ വീട്ടിയാൽ മതി, മാറുമ്പോ പിന്നെ നോറ്റാൽ മതി. അടുത്ത കൊല്ലം നോൽക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല, 2 മാസം കഴിഞ്ഞിട്ടും നോൽക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ലാത്ത ആളുകളാണെങ്കിലാണ് പ്രയാസത്തോടെ കൂടെ നോമ്പ് നോൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണം ഫിദിയയായി കൊടുത്താൽ മതി എന്നാണ്. അപ്പൊ 30 നോമ്പുണ്ടെങ്കിൽ 30 മിസ്കീനിന്റെ ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ്. ഇതാണ് കഴിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നോമ്പ് നോൽക്കാൻ കഴിവുള്ളവർക്കേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ. അപ്പൊ രോഗികൾക്ക് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് മുസാഫിറാണ്. ഖുർആൻ പറയുന്നുണ്ട്, വമൻകാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ യാത്ര പോകുന്ന ആളാണ്, മുസാഫിറാണ്. ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, അത്രയും എണ്ണം നോമ്പ് പിന്നീട് നോറ്റ് വീട്ടണം. ഇദ്ദ എന്ന് പറഞ്ഞതാ എണ്ണം, അത്രയും എണ്ണം നോറ്റ് വീട്ടണമെന്ന്. അവർ യാത്ര ഉണ്ടായി, സുദീർഘമായ ഒരു യാത്രയാണ്, യാത്രക്കാർ അനുവദിക്കപ്പെട്ട ഒരു യാത്രയാണ്. ഏത് യാത്രയായാലും വിരോധമല്ല, ഹലാലായ ഒരു യാത്രയാണ്. യാത്രക്കാരൻ യാത്രയിൽ നോമ്പ് നോൽക്കേണ്ടതില്ല. പക്ഷെ 2 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഓപ്ഷനുകളുണ്ട്. ഏത് പ്രയാസപ്പെട്ട യാത്രയാണെങ്കിലും ശരി, അതിൽ നോമ്പ് നോൽക്കാവുന്നതാണ്. നോമ്പ് കളയണ്ടെന്ന് വിചാരിച്ച് നോമ്പ് നോൽക്കാവുന്നതാണ്, വിരോധമില്ല. ഒരു പ്രയാസമില്ലാത്ത യാത്രയാണ്, എന്നാൽ അതിൽ നോമ്പ് നോൽക്കാതിരുന്നാലും വിരോധമില്ല. നോമ്പ് നോൽക്കാനെന്ന് പറഞ്ഞ പ്രയാസമില്ലാത്ത യാത്രയാണ്. ഭക്ഷണമൊക്കെ കിട്ടും, നോമ്പറക്കാൻ ഭക്ഷണം കിട്ടും, യാത്രക്ക് ക്ഷീണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു യാത്രയാണ്. അവർ സിമ്പിൾ ജേണി ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം, വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. പ്രവാചകൻ 2 ഹദീസുകൾ അതിലുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയില് കഠിനമായ ചൂടായിരുന്നു. ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയില്ല, കഠിനമായ ചൂട്. ഞങ്ങളിൽ ഓരോരുത്തരും ചൂട് തലയിൽ തട്ടാതിരിക്കാൻ കൈകൾ ഉയർത്തി തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കാർക്കും നോമ്പില്ല, നോമ്പുണ്ടായിരുന്നില്ല. 2 പേർക്ക് അപ്പോഴും നോമ്പുണ്ടായിരുന്നു എന്നാണ്. അതൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന സഹാബി. അപ്പൊ ആ യാത്രയിൽ അത്രയും കഠിനമായ യാത്രയാണ്. പക്ഷെ നബി നോമ്പ് നോറ്റു. നബിന്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ നോമ്പ് നോറ്റു, ബാക്കിയുള്ളവരൊക്കെ നോമ്പ് മുറിച്ചു. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതിലുണ്ട്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫർ. പുണ്യകരമല്ല അസ്സിയാമു ഫിസ്സഫർ, നോമ്പിൽ യാത്രയിൽ നോമ്പ് നോൽക്കുക എന്നത് പുണ്യകരമല്ല. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏത് യാത്രയാണെങ്കിലും ശരി നോമ്പ് നോൽക്കണമെന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, അത്രയും എണ്ണം ദിവസം, എത്ര ദിവസമാണോ നഷ്ടപ്പെട്ടത് അത്രയും ദിവസം നമ്മൾ പിന്നീട് ഒരിക്കൽ നോമ്പ് നോറ്റ് വീട്ടണം എന്നതാണ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഗർഭിണിയാണ്. അത് പ്രത്യേക ഒരു മസലയാണ്. ഗർഭിണികള്, അതുപോലെ പാല് കൊടുക്കുന്ന സ്ത്രീകൾ, അവരെ 2 വിഭാഗത്തിലും പെടുത്തിയ പണ്ഡിതന്മാർ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും നോമ്പ് നോൽക്കേണ്ടതില്ല, കാരണം അവർക്ക് പിന്നീട് സാധിച്ചോളണം എന്നില്ല. എല്ലാ വർഷവും പ്രസവവും മുലയൂട്ടലായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതുകൊണ്ട് അവർ ഫിദിയ കൊടുത്താൽ മതി. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്.
എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അവര് സാധിക്കുമെങ്കിൽ ഖലാ തന്നെ വേണമെന്ന്, ഖലാ ആയിട്ട് പിന്നീട് അത് നോറ്റ് വീട്ടണം എന്ന്. ചില പണ്ഡിതന്മാര് അവർക്കിടയിൽ വേർതിരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാല് ഗർഭിണി നോമ്പ് നോറ്റാൽ അവൾക്കെന്തെങ്കിലും സംഭവിക്കും, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവൾക്കെന്തെങ്കിലും സംഭവിക്കും, അപ്പൊ നോമ്പ് ഒഴിവാക്കണം, പിന്നീട് അവൾ നോമ്പ് നോറ്റ് വീട്ടണം. ഇനി ഗർഭിണിക്കൊന്നും സംഭവിക്കൂല, നിങ്ങൾ നോമ്പ് നോറ്റാൽ നിങ്ങളെ വയറ്റിലെ കുട്ടിക്കത് പ്രശ്നമാണ്, കുട്ടിക്ക് പോഷകം കിട്ടൂല എന്നോ മറ്റോ ആണ് പറഞ്ഞതെങ്കിൽ അവിടെ നോമ്പ് നോൽക്കേണ്ടതില്ല, ഫിദിയ കൊടുത്താൽ മതി, ഖലാ വേണ്ട, ഫിദിയ മാത്രം കൊടുത്താൽ മതി എന്ന് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിയത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, അത്തരം ആളുകള് ഫിദിയ കൊടുത്താൽ മതി എന്ന അഭിപ്രായത്തിലാണ് അവരൊക്കെ നിൽക്കുന്നത്. ഭൂരിഭാഗം മദ്ഹബിന്റെ 4 ഇമാമുകളും പറഞ്ഞത് അവര് നോമ്പ് നോറ്റ് വീട്ടണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് കേവലം ഒരു ഗർഭിണി എന്ന നിലക്ക് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഡോക്ടർ പറയണം നോമ്പ് നോൽക്കരുത് എന്ന് ഡോക്ടർ പറയണം, സ്വയം തീരുമാനിക്കാൻ പറ്റില്ല. ഒരാരോഗ്യപരമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം എന്നർത്ഥം. അല്ലെങ്കിൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായി, നോമ്പ് നോറ്റുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി, എങ്കിലൊക്കെ നോമ്പ് ഒഴിവാക്കാം എന്നതാണ്. ഇതാണ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കഴിവുണ്ടാവണം. പിന്നെ നോമ്പ് നോൽക്കാൻ തടസ്സമുള്ള ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹൈദ്, നുഫാസ്, ആർത്തവരക്തം, പ്രസവരക്തം, ഇത് രണ്ടുമുള്ള സ്ത്രീകൾ നോമ്പ് നോൽക്കാൻ പാടില്ല. അല്ലാത്തവരൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഇതാണ് ഈ 6 വിഷയമാണ് നോമ്പ് നിർബന്ധമാകുന്ന കാര്യങ്ങൾ. ഇസ്ലാം, ബുലൂഗ്, അതുപോലെ തന്നെ ബുദ്ധി, മുസാഫിർ അല്ലാതിരിക്കുക, കഴിവുണ്ടായിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റു തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക. നോമ്പിന് 2 ഫർളുകളാണുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, നോമ്പിന് കുറെ ഫർളുകളില്ല. നോമ്പിന് 2 ഫർളേ ഉള്ളൂ. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 ഫർളാണ് നോമ്പിനുള്ളത്. ഞാൻ അതിങ്ങനെ പഠിച്ച് ഇതാക്കി പോകേണ്ട ആവശ്യം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി നാളെ മറ്റന്നാളെ നോമ്പ് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് തന്നെയാണ് നിയ്യത്ത് വെക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഓരോ ദിവസവും രാത്രി തന്നെ നോമ്പിന് നിയ്യത്ത് വെക്കണം എന്നാണ്. ഓരോ ദിവസവും രാത്രി തന്നെ കരുതണം നാളത്തെ നോമ്പ്. അതിനെന്ത് ചെയ്യാ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു നിയ്യത്ത്, ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നല്ലൊരു നിയ്യത്തുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ മാസത്തെ എല്ലാ നോമ്പുകളും ഞാൻ നോൽക്കും. പിന്നെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. എഴുന്നേറ്റ് അത്താഴം കഴിച്ചാൽ തന്നെ അതൊരു നിയ്യത്താണ്. പിന്നെ അല്ലാഹ് തറാവിഹ് കഴിഞ്ഞ് കിടക്കുമ്പോ നാളെ ഞാൻ നോമ്പ് നോൽക്കും കരുതിയാൽ. വേറെ റെഡിമെയ്ഡ് നിയ്യത്തും അതിന്റെ പേരിൽ വസ്വാസം ഉണ്ടാകേണ്ടതില്ല. നവൈതു സൗമഖദിൻ അൻ അദാഇ ഫർളി റമളാന ഹാദിഹി സനതി ഇല്ലാഹി തആല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാനിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നോറ്റ് വീട്ടാൻ കരുതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പള്ളികളിലൊക്കെ ഒരു നിയ്യത്ത് വെച്ചു കൊടുക്കലും പിന്നൊരു ഫാത്തിഹ ഓതലും ദ്വാരക്കലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമില് ഒരു നിയ്യത്തും, ഹജ്ജിന്റെയും ഉംറയുടെയും നിയ്യത്തല്ലാത്ത ഒരു നിയ്യത്തും പറയൽ സുന്നത്തില്ല. ശാഫിഈ മദ്ഹബിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കരുതുന്നതൊന്ന് പറയണം, നല്ലതാണ് എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിയ്യത്ത് എന്നുള്ളത് കരുതാനുള്ളതാണ്, മാനസികമാണ്. മനസ്സുകൊണ്ട് കരുതിയാൽ മതി എന്നർത്ഥം. അങ്ങനെയല്ലേ ഈ മനുഷ്യന്മാർ ചെയ്യല്? നീച്ച് അത്താഴത്തിന് ചോറ് വെച്ചാലും പിറ്റേന്ന് ചായയും കുടിച്ചടക്കും, ഞാൻ നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളെ ചെറുപ്പത്തിൽ അങ്ങനെ നോമ്പ് ഒഴിവാക്കാനുള്ള തട്ടിപ്പൊക്കെ അതെ. എന്താടാ അജ്ജ് നോമ്പൊക്കെ ഞാൻ നിയ്യത്തൊക്കെ മറന്നു പറയും. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവം വരുന്നില്ല. നിയ്യത്ത് വെക്കാൻ മറക്കാന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ട ഒരു പ്രശ്നമേ വരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാവരും റമദാനിൽ ആദ്യം വരുമ്പോ തന്നെ എല്ലാ നോമ്പിനും ഒന്നിച്ച് നിയ്യത്ത് വെക്കുക. പിന്നീട് ഓരോ ദിവസം ഒന്ന് കരുതാൻ മറന്നാലും ശരി, അത്താഴം കഴിച്ചെങ്കിൽ അത് മതി, ഞാൻ മറന്നു പോയാലും ഇൻഷാ അല്ലാഹ് അതിൽ പെടും. അപ്പൊ നിയ്യത്തും നോമ്പ് ഒഴിവാക്കലും തമ്മിലൊരു ബന്ധവുമില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ് നിയ്യത്ത്. മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് പിന്നെ 2ാമത്തെ ഫർള്.
അത് ഖുർആനില് സൂറത്ത് അൽ ബഖറയില് കൃത്യമായിട്ട് 2-3 ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യം അള്ളാഹു പറഞ്ഞത് വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ വലാ തുബാശിറുഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. അത്രയേ ഉള്ളൂ. കുലു വശ്റബു, റമളാന്റെ രാവുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി. കുലു, നിങ്ങൾ തിന്നോളി. വശ്റബു, നിങ്ങൾ കുടിച്ചോളി, തീറ്റയും കുടിയും. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബീദ്, വെളുത്ത നൂല്, മിനൽ ഖൈത്തുൽ അസ്വദി, കറുത്ത നൂലിൽ നിന്ന്, മിനൽ ഫജ്ർ, ഫജ്റിനാൽ, ഫജ്ർ വെളിവാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്ന ടൈമാണ്. അതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. വലാ തുബാശിറുഹുന്ന, നിങ്ങൾ ഭാര്യമാരുമായി സല്ലപിക്കരുത്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, നിങ്ങൾ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നവരായ നിലയിൽ. അപ്പൊ 3 കാര്യങ്ങൾ അതിൽ പെട്ടു. ഒന്ന്, തിന്നുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ, മഗ്‌രിബ് വരെ തിന്നുക, നോമ്പ് മുറിയണ കാര്യമാണ്. മറ്റൊന്ന്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കുക. മറ്റൊന്ന്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യയുമായി ബന്ധപ്പെടുക. ഈ 3 കാര്യങ്ങളും പാടില്ല. രാത്രി അനുവദനീയമാണ്, ഭാര്യയുമായി ബന്ധപ്പെടാം. സുബഹിന്റെ മുമ്പ് കുളിച്ചാൽ മതി, അത്താഴത്തിന് മുമ്പ് കുളിക്കണമെന്നില്ല. സുബഹി നിസ്കരിക്കുന്നത് ബാങ്ക് കൊടുക്കേണ്ട പോകണമെന്നില്ല, നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കുളിച്ചാൽ മതി. ഖുർആൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി അർറഫസു ഇലാ നിസാഇക്കും. തൊട്ടടുത്ത ആയത്ത് അങ്ങനെയാണ്. ഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദനീയമാണ്, ലൈലത്തുസ് സിയാമി, നോമ്പിന്റെ രാവുകളിൽ, അർറഫസു, സല്ലാപം, ഇലാ നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ലൈംഗിക സല്ലാപത്തിൽ ഏർപ്പെടാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹും, നിങ്ങൾ അവർക്കൊരു വസ്ത്രമാണ്, അവർ നിങ്ങൾക്കൊരു വസ്ത്രമാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ വിചാര വികാരങ്ങളൊക്കെ അടക്കി നിർത്തലാണ്. അപ്പൊ ഇതൊക്കെ രാത്രിയിൽ അനുവദനീയമാണ്, നോമ്പിന്റെ പകലിൽ പറ്റൂല. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തീറ്റ, ഒന്ന് കുടി, ഒന്ന് ഭാര്യയുമായി ബന്ധപ്പെടുക എന്ന്. മാത്രമല്ല, തിന്നാലും കുടിച്ചാലും നോമ്പ് മുറിഞ്ഞാൽ അതിന് പ്രത്യേക പ്രശ്നമൊന്നുമില്ല, പിന്നെ ഒരു നോമ്പ് നോറ്റ് വീട്ടിയാൽ. എന്നാൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിഞ്ഞാൽ അത് വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. പാടില്ല. കാരണം നോമ്പിന്റെ ഒരു ലക്ഷ്യം തന്നെ കസ്റു ഷഹവാത്ത് എന്നാണ്, ഷഹ്വത്തുകളെ നിയന്ത്രിക്കുക എന്നതാണ്. അത് നിയന്ത്രിക്കാൻ അവന് കഴിയണം. അനാവശ്യമായ യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, നിങ്ങൾക്ക് ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം, അത് നല്ലതാണ്. അതിന് കഴിയില്ലെങ്കിൽ, ലൈംഗിക ശേഷി ഉണ്ടായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അപ്പൊ ലൈംഗിക വികാരങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഒരു ഫിസിക്കലി അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് നോമ്പ് നോൽക്കലാണ്. അപ്പൊ അതുകൊണ്ട് അത് തടഞ്ഞു നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. തീറ്റയേക്കാളും കുടിയേക്കാളും പ്രധാനമായിട്ട് അവന്റെ ആ വികാരങ്ങളെ തടഞ്ഞു നിർത്തുക എന്നതാണ്. അത് ചെയ്താൽ അല്ലാഹു റസൂൽ അതിന് പിന്നെ പശ്ചാത്താപം നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക്, ഒരു മിസ്കീന് അരസാഴ് എന്ന് പറഞ്ഞാൽ 2 മുദ്ദ്, അരസാഴ് ഏറെക്കുറെ 1 കിലോ ഭക്ഷണം വരെ. 30 മിസ്കീന്മാർക്ക് അരച്ച സായ വീതം 60, പിന്നെ 30 സായ കൊണ്ട് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ഗൗരവമാണ്. അപ്പൊ 3 കാര്യങ്ങൾ: തീറ്റ, കുടി, ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം. ഈ 3 കാര്യം കൊണ്ട് നോമ്പ് മുറിയുമല്ല. പിന്നെ അത് ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വേറെ ഹൈള്, നിഫാസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈള് ഉണ്ടായാൽ നോമ്പ് മുറിയും. നിഫാസ് ഉണ്ടായാൽ, പ്രസവം ഉണ്ടായാൽ നോമ്പ് മുറിയും. ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിക്കും. വായലൊക്കെ കൈയിട്ട്, ചില ആളുകള് പല്ല് തേക്കുമ്പോഴും നാവ് വൃത്തിയാക്കുമ്പോഴൊക്കെ വെറുതെ കൈയിട്ട് ഇങ്ങനെ ഒരു ശീലാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. മനഃപൂർവ്വം ശുക്ലസ്ഖലനം ഉണ്ടായാലും നോമ്പ് മുറിയും. അറിയാതെ ഉണ്ടായാൽ കുഴപ്പമില്ല, മനഃപൂർവ്വം. കാരണം അത് ഷഹ്വത്ത് നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാകുന്നത്, വികാരം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നോമ്പ് മുറിയും എന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. പിന്നെ ആൾക്കാരെ വെറുതെ വിശ്വാസുകളും സംശയങ്ങളുമാണ്. കുറെ കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യത്തെ വെച്ച് പറയാറുണ്ട്.
ഇപ്പോ ആർത്തവ രക്തം, പ്രസവ രക്തം, വേറെ ഒരു രക്തം വന്നാലും നോമ്പ് മുറിയില്ല. മൂക്കിന്ന് രക്തം വന്നു, റുആഫ് എന്ന് പറയും. മൂക്കിന്ന് ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് കാര്യമില്ല, അത് ആർത്തവ രക്തമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇസ്തിഹാലത്ത് കൊണ്ട് പോലും രോഗമായിട്ട് ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണെങ്കിൽ പോലും അതുകൊണ്ട് നോമ്പ് മുറിയില്ല. മൂക്കിന്ന് ചോര വരും. ഈ ചൂടുകാലത്ത് തണുപ്പ് കാലത്തൊക്കെ ചില ആളുകൾക്കുണ്ട്. റുആഫ് എന്നാണ് അറബിയിൽ പറയും. അതുകൊണ്ട് നോമ്പ് മുറിയില്ല. ചെവിന്ന് ബ്ലഡ് വന്നു, നോമ്പ് മുറിയില്ല. ബ്ലഡ് എടുത്തു, നോമ്പ് മുറിയില്ല. മുറിയായി ബ്ലഡ് വന്നു, നോമ്പ് മുറിയില്ല എന്നർത്ഥം. അപ്പൊ വേറുള്ള ബ്ലീഡിംഗ് കൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്നർത്ഥം. അതാണ് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ആധുനിക ചികിത്സാ രീതികളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് വേണമെങ്കിൽ നോമ്പിന്റെ പകല് നോമ്പുള്ള ഒരാൾക്ക് ഒഴിവാക്കാം. പ്രത്യേകിച്ച് മുസ്ലിം ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ രോഗിയോട് പറയാതിരിക്കാം. ആലോചിച്ച് നോക്കിപ്പോ കണ്ണില് മരുന്ന് വയ്ക്കുക, കണ്ണ് ക്ലീൻ ചെയ്യുക, അതൊക്കെ പുതിയ പുതിയ മസാലകൾ. കണ്ണ് ക്ലീൻ ചെയ്യുക, കണ്ണിൽ മരുന്ന് വയ്ക്കുക. മൂക്കില് മരുന്ന് വയ്ക്കുന്നതിനെ പറ്റി അഭിപ്രായ വ്യത്യാസം. നിബിതങ്ങള് ഒളുടുക്കുമ്പോ മൂക്ക് നന്നായിട്ട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂക്ക് വൃത്തിയാ, നമ്മളാരോ ശ്രദ്ധിക്കൂല. ഇടത്തെ കൈകൊണ്ട് വലത്തെ കൈകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ഇടത്തെ കൈകൊണ്ട് ചീറ്റിക്കളയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റല്ല, വെറുതെ മൂക്കും അങ്ങനെ ആക്കിയോണ്ട് കാര്യമല്ല, മൂക്ക് വൃത്തിയാക്കും. അപ്പൊ മൂക്കിൽ മരുന്നൊഴിക്കുമ്പോ അത് വല്ലാതെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിൽ കൂടുതൽ ഓവറായിട്ടൊന്നും ഒഴിക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞ ആ അത്ര കണക്ക് വേണമെങ്കിൽ മാത്രം ഒഴിക്കാം. അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. അവർ ശ്രദ്ധ ഉണ്ടാവണം എന്ന് മാത്രം. അതുപോലെ പല്ല് ക്ലീനിങ് നോമ്പ് മുറിയില്ല. പല്ലില് ഇപ്പൊ പലതുണ്ട്, റൂട്ട് കനാല് ഒക്കെ പല്ലില് നടത്തുകയാണെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല, അപ്പൊ നോമ്പുകാരൻ നടത്താം, നോമ്പ് മുറിയില്ല. ഇഞ്ചക്ഷൻ വെച്ചാലും നോമ്പ് മുറിയില്ല. അതൊക്കെ ആധുനിക മസാല. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അതെന്താ വരുത്? വൈറ്റമിൻസ് ആവരുത്. എന്തിന്? തടിക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നോമ്പിന്റെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ആവാൻ പാടില്ല. സാധാരണ ക്ഷീണം ഉണ്ടായിട്ട് ഗ്ലൂക്കോസ് ഒരു ഡ്രിപ്പ് നമ്മൾ ഇട്ടാല് അത് കുഴപ്പമില്ല, അത് കഴിഞ്ഞവരെ നമുക്ക് പോകാം. നോമ്പിന്റെ ക്ഷീണത്തിനാവരുത് എന്ന് മാത്രം. നോമ്പിന്റെ ക്ഷീണം മാറാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഡ്രിപ്പ് ഇടാൻ ഞാൻ മതി. ഒരു രോഗത്തിന് വേണ്ടി തൽക്കാലം ഡ്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുപോലെ മൂത്രത്തിന് പൈപ്പിട്ടാല് മൂത്രത്തിന് പൈപ്പിടുക. പിന്നെ അതുപോലെ മലദ്വാരത്തിൽ വെക്കുന്ന ഗുളികകളുണ്ട്, സപ്പോസിറ്റർ വെക്കുക, വയറ് കഴുകുക, ആൻജിയോഗ്രാം നടത്തുക, ആൻജിയോപ്ലാസ്റ്റിക് സ്റ്റെന്റ് വെക്കുക, പിന്നെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യേണ്ടതിന് മുമ്പ് ചില മരുന്നുകൾ കയറ്റും, നമ്മൾ ഒപ്പൊക്കെ കൊടുത്തിട്ട് മരുന്നുകൾ കയറ്റും. ആ മരുന്ന് കയറ്റുക, അതിനൊന്നും വിരോധമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആധുനികമായിട്ട് ഇപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യമുണ്ട്. അത് ആരോഗ്യാവസ്ഥയിലാണ് ചെയ്യണമെങ്കിൽ, നോമ്പുണ്ടെങ്കിൽ അതൊന്നും ചെയ്തു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കണം. നോമ്പ് കേവലം അത് ചെയ്തു എന്നതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ഒന്ന്, ഇത്തരം കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്യണം, അപ്പോഴേ നോമ്പ് മുറിയുള്ളൂ. മനഃപൂർവ്വം ചെയ്യണം. ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, നോമ്പ് മുറിയില്ല. ഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു എന്നാണ്. ആരെങ്കിലും മറന്നിട്ട് ഒരല്പം ഭക്ഷണം എടുത്ത് കഴിച്ചാൽ, ആദ്യം നോമ്പിന്റെ ആദ്യത്തിലൊക്കെ അങ്ങനെ പെടും. പ്രത്യേകിച്ച് ചൂടുകാലൊക്കെ അല്ലേ, വെള്ളക്കുപ്പിയൊക്കെ കണ്ടെടുത്ത് പോകുന്നത് നമ്മളറിയാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അള്ളാഹു പറഞ്ഞത് ഇന്നമാ അത്അമഹുല്ലാഹ്, ഹദീസിൽ പറഞ്ഞത് ഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, അള്ളയാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അള്ളയാണ് അവനെ തീറ്റിപ്പിച്ചത് അല്ലെങ്കിൽ കുടിപ്പിച്ചത് എന്നാണ്. കൂടി ഇരിക്കുന്നവർക്ക്, കാണുന്നവർക്ക് ബാധ്യത ഉണ്ട്, ഓനൊന്ന് ഓർമ്മിപ്പിക്കാം. നോമ്പുകാരനാണ്, ഓനാണ് കുടിച്ചോട്ടെ എന്ന് വിചാരിക്കണ്ട. ഓനോട് പറയാ, നിനക്ക് നോമ്പില്ലേ എന്ന് ചോദിച്ച് അവിടെ അവസാനിപ്പിച്ച. ആ നോമ്പിന് ഒരു തകരാറും പറ്റൂല എന്നാണ്. മറന്നുകൊണ്ട്. അതേപോലെ തന്നെ വിവരമില്ലാഞ്ഞിട്ട്, അറിവില്ലാതെ ചെയ്താലും പ്രശ്നമില്ല. അവർക്ക് അറിയില്ല, വെള്ളം കുടിച്ചാ നോമ്പ് മുറിയും എന്ന് അവനെ അറിയില്ല, അറിയാതെ കുടിച്ചു. ടേസ്റ്റ് നോക്കുന്നുണ്ട്, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നോമ്പിനെ ഇനി കുടുങ്ങാൻ നിൽക്കണ്ട, ടേസ്റ്റ് നോക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടേസ്റ്റ് നോക്കിയിരുന്നു. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം നാവില് മാത്രം വെച്ച് ടേസ്റ്റ് നോക്കുന്നതുകൊണ്ട് വിരോധമല്ല, നോമ്പ് മുറിയില്ല. ഭക്ഷണത്തിക്ക് പോകാൻ ഞാൻ മതി.
ടേസ്റ്റ് ഒക്കെ നോക്കാം, രുചി നോക്കാം, ഉപ്പുണ്ടോന്നോ, വെറുതെ അതിന് തല്ലുമ്പക്കാണൊന്നും ഉണ്ടാക്കണ്ട, ഉപ്പുണ്ടോന്നോ പിന്നെ മുളകുണ്ടോന്നൊക്കെ നോക്കണോണ്ടൊന്നും എന്ത് ചെയ്യൂല, നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ വിവരണ്ടായില്ല, ഇപ്പോ സമയം അറിയാതെ പോയി, നമ്മൾ അറിയാതെ നോമ്പ് തുറന്നു. അങ്ങനെ നബിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, അറിയാതെ നോമ്പ് തുറന്നു. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ടൈമൊക്കെ കൃത്യമായിട്ട് അറിയണോണ്ട്, എന്നാലും ചില പ്രദേശങ്ങളൊക്കെ ചെന്നപ്പെട്ട ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആവുമ്പോൾ പ്രശ്നങ്ങൾ. ഈ പ്രശ്നമാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആയിഷ ബീവി പറയാ, ഞങ്ങളൊരിക്കൽ നോമ്പ് തുറന്നപ്പോ അന്ന് യൗമുൻ ഖയ്യിം എന്നാണ് പറഞ്ഞത്. നല്ല കാർമേഘമുള്ള ഇരുട്ടായി, അങ്ങനെ എല്ലായിടത്തും ഇരുട്ടായി എന്ന് തോന്നുന്ന ഒരു ദിവസമാണ് അന്ന്. ഞങ്ങളൊക്കെ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എന്തായി ഉണ്ടാവും, ടൈം ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറന്നു എന്നാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നു. ആ നോമ്പ് മടക്കാൻ ഞങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റിയാൽ ആ നോമ്പ് അന്നത്തെ നോമ്പായിട്ട് പരിഗണിക്കും. ചിലപ്പം അതിന്റെ ഹുക്കും അറിയില്ല, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇന്ന കാര്യം ഇന്നതൊക്കെ ഇന്ന പോലെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദ്. അല്ലാഹ് എന്തേ പറഞ്ഞത്? വെളുത്ത നൂല് മിനൽ ഖൈത്തുൽ അസ്വദി, കറുത്ത നൂലെന്ന് വ്യക്തമാകണ വരെ ഫജ്ർ. അപ്പോ അദി ഇബ്നു ഹാത്തിം മുത്തായി എന്ന് പറഞ്ഞ ഒരു സഹാബിയുണ്ട്. ഈ ഹാത്തിം മുത്തായി എന്ത് ചെയ്തെന്നറിയോ? തലേന്റെ ചോട്ടിൽ 2 ഇഖാൽ കൊണ്ടുവച്ചു. ഇഖാൽ എന്ന് പറഞ്ഞാൽ അറബികൾ തലയിലിടുന്ന സാധനമല്ലേ, വേണ്ടി വന്നാൽ തല്ലാനും ഒരു ഉപയോഗിക്കും. ഇഖാൽ, അതാണ് ഇഖാൽ എന്ന് പറയുന്നത്. ഒരു കറുത്ത ഇഖാലും ഒരു വെളുത്ത ഇഖാലും തലാന്റെ ചോട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് മൂപ്പരടക്കം ഇങ്ങനെ പൊന്തിച്ചു നോക്കുക, വെളുപ്പും കറുപ്പും തിരിച്ചറിയുന്നുണ്ടോ നോക്കിയിട്ട്. ഇരുട്ടത്തെ തിരിച്ചറിയുമ്പോൾ എത്ര നോക്കി തിരിച്ചറിയില്ല. നേരം വെളുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചറിയണില്ല, കറുപ്പും വെളുപ്പും വ്യക്തമായില്ല. അപ്പൊ സുബൈന്റെ സമയമൊക്കെ അവരെ മൂപ്പര് ഭക്ഷണമൊക്കെ കഴിച്ചു. നബിനോട് ഒന്ന് പറഞ്ഞു, ഞാൻ നബി എങ്ങനെ ചെയ്തു. അപ്പോ നബി പറയും, ഇന്ന വിസാത്തൊക്കെ വല്ലാത്തൊരു തലേണ എന്റെ തലേണ എന്നൊക്കെ പറഞ്ഞ് നബി അതിനെ സിമ്പിളാക്കി എടുത്തു. ആ നോമ്പിനെ പിന്നെ നോറ്റ് വീട്ടാൻ പറഞ്ഞിട്ടില്ല. അത് അറിയില്ല, അതിന്റെ ഹുക്കും അറിയില്ല. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് ബയാലുൽ ലൈലി വസവാദുൻ നഹാർ, അത് പകലിന്റെ വെളുപ്പിനെയും രാത്രിയുടെ ഇരുട്ടിനെയും സൂചിപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണ്. അതല്ലാതെ എന്തല്ല, ഒറിജിനലായിട്ട് ഇത് വെളുപ്പും കറുപ്പും തിരിച്ചറിയാനുള്ള, ഇരുട്ടും തിരിച്ചറിയാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഏതൊരു കാര്യങ്ങളും നോമ്പ് മുറിയണമെങ്കിൽ അറിവില്ലാതെ ചെയ്താൽ, ഒന്നുകിൽ ഹുക്കും അറിയാതെ അല്ലെങ്കിൽ സമയം അറിയാതെ ചെയ്താൽ ഈ നോമ്പ് മുറിയില്ല. പിന്നെ മനഃപൂർവ്വം ചെയ്താലേ നോമ്പ് മുറിയുള്ളൂ. മനഃപൂർവ്വം, ഇതൊക്കെ മനഃപൂർവ്വമാണ് നമ്മൾ ചെയ്യണം, അപ്പോഴേ നോമ്പ് മുറിയുള്ളൂ എന്നുകൂടി നമ്മൾ അതിന്റെ ഭാഗമായി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. നോമ്പിന്റെ സുന്നത്ത് നമുക്കറിയാം. അത്താഴം കഴിക്കൽ ഒരു സുന്നത്താണ്, അത് വൈകിക്കലാണ് സുന്നത്ത്. നബി തങ്ങൾ അത്താഴം കഴിച്ചിട്ട് സുബഹിസ്കരിക്കാൻ 50 ആയത്ത് കംകാന ബൈനവും, എത്ര ഉണ്ടായിരുന്നു വെച്ചപ്പോ 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു. വേറെക്കുറെ അത്താഴം കഴിക്കല് സുബഹി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പാക്കലാണ് നല്ലതല്ല. അത്താഴം കുറെ വൈകിക്കും. നോമ്പ് തുറക്കല് നേരത്തേക്ക്. അത്താഴം അല്പെങ്കിലും കഴിക്കണം. അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കാൻ പാടില്ല. തീരെ ഒരു കാലക്കെങ്കിലും തിന്നാതെ നോമ്പ് നോൽക്കാൻ പാടില്ല. അത് ജൂതന്മാരുടെ നോമ്പാണ്. ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം പലതും നബി പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അത്താഴം കഴിക്കല്. പിന്നെ അത്താഴം കഴിക്കുക, അതിൽ ബർക്കത്തുണ്ട്. ജൂതന്മാരുടെ നോമ്പിന് പോലെ അത്താഴം കഴിക്കൂല. അതുകൊണ്ട് പിന്നെ അവരിൽ നിന്നൊന്ന് ഒരു വ്യത്യാസം, ഒരു വ്യതിരക്തത നമുക്കുണ്ടായിക്കോട്ടെ. അതുപോലെ നേരത്തെ പിന്നെ ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല, സമയം ആയാൽ വേഗത്തിൽ നോമ്പ് തുറക്കുകയും ചെയ്യുക എന്നാണ്. സമയമായാൽ പിന്നെ ഏതായാലും ആയില്ലേ എന്ന് കരുതി വൈകിക്കാൻ പാടില്ല. അതൊക്കെ ഒരു സുന്നത്തായ കാര്യം. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പ് തുറന്ന പ്രാർത്ഥന. അത് വളരെ പ്രത്യേകതയുള്ള പ്രാർത്ഥന. നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന 5 മിനിറ്റ് നിങ്ങൾ ഹറമിലൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവും. നമ്മളാ സമയത്താണ് ആകെ കൂടി ഇങ്ങനെ പടവട്ടാന്, സമൂസനോടും മറ്റു സാധനത്തിനോടൊക്കെ പടവട്ട ഒരുങ്ങുന്ന സമയമാണ്. അങ്ങനെയല്ല വേണ്ടത്. ശരിക്ക് നമ്മൾ ആ നേരത്താണ് പ്രാർത്ഥന, ആ നേരത്താണ് വിനയം കാണിക്കേണ്ടത്. നോമ്പ് തുറപ്പിക്കലും ഒരു സുന്നത്താണ്. പക്ഷെ നോമ്പ് തുറപ്പിക്കൽ ഇപ്പൊ സുന്നത്തൊക്കെ മാറിയിട്ട് ഇപ്പൊ ആഘോഷമായി മാറിയിട്ടുണ്ട്. എല്ലാവരും നോമ്പുറപ്പിക്കലും ഇപ്പൊ വലിയ കല്യാണത്തിനേക്കാൾ ഒരു 5-8 ഐറ്റം ഭക്ഷണം, ആള് കൂടലും മലാക്കിന്റെ ലൈറ്റും ഒക്കെ കൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ തുറപ്പിക്കണ സുന്നത്ത് ഒഴിവാക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സുന്നത്തിന്റെ പേരിൽ ഹറാമാണ് പലപ്പോഴും ചെയ്യുന്നത്. ഭക്ഷണം ഇസ്രാഫ്, അമിതമാക്കുക.
അപ്പൊ നോമ്പ് തുറപ്പിക്കൽ നല്ലതാണ്. ആരെങ്കിലുമൊക്കെ സ്വകാര്യമായിട്ട് വിളിച്ചോണ്ടായിട്ട് ഓന്റെ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ അവരെ കൂടെ കൂട്ടി ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വാപ്പാക്കും ഉമ്മാക്കൊക്കെ നോമ്പുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുപോയ ആ കടമ വീടും, ഒരു പാവപ്പെട്ടവനാണെങ്കിൽ. അല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണെങ്കിൽ വെറുതെ കൊണ്ടുപോയിട്ട് വീട്ടിലിരുന്നിട്ടുള്ള ഭക്ഷണം കഴിച്ച് നോമ്പുറന്ന് പോരാണ് ഏറ്റവും നല്ലത്. നോമ്പുറപ്പിക്കൽ ഒരിക്കലും ആഘോഷമാക്കി മാറ്റരുത്. അതിന്റെ പേരിൽ ഇസ്രാഫ് ഹറാമാട്ടോ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കുലു അഷ്റബു, തിന്നോളി കുടിച്ചോളി, വലാ തുസ്രിഫു എന്ന് പറഞ്ഞത് തന്നെ അവിടെയാണ്. അത് റമദാനിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ചില മുതലാളിമാരൊക്കെ പേരെടുക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ജാതി നോമ്പുറപ്പിക്കൽ. അതിനൊക്കെ ഒഴിഞ്ഞിക്കലാണ് നല്ലതെന്നാണ് വിനീതമായ എൻ്റെ ഒരു അഭിപ്രായം. കാരണം പടച്ചവന്റെ ശിക്ഷ കിട്ടും, ചിലപ്പോൾ ബർക്കത്ത് ഉണ്ടാവില്ല, നഷ്ടപ്പെടും, നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നോമ്പുറപ്പിക്കലൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. അത് എന്ത് പേരിലാണെങ്കിലും, ഇനി സംഘടനകളാണെങ്കിലും പള്ളികളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അതിലാരും വ്യത്യാസമല്ല. ഈ കാര്യം എവിടെ വന്നോ അത് ഇന്ന സംഘടനക്കാരാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, ഇന്ന പള്ളിയിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മിതമായ രൂപത്തിലായിരിക്കണം എപ്പോഴും നോമ്പ് തുറപ്പിക്കലുണ്ടാവേണ്ടത്. നോമ്പ് തുറപ്പിച്ച് അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുക, അഫ്തറ ഇൻദകും സ്വായിമൂൻ വാക്കല്ല തൊഴാമുക്കുമില്ല ബാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക്ക. നിബിധങ്ങൾ ആരെങ്കിലൊക്കെ നോമ്പുറക്കാൻ വിളിച്ചാൽ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും, നിങ്ങളുടെ ഭക്ഷണം നല്ല മനുഷ്യന്മാർ തിന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പുള്ളവര് നിങ്ങളുടെ നോമ്പ് തുറന്നിട്ടുണ്ട്. അതിന് തന്നെ മനസ്സിലാക്കണം, നോമ്പുള്ളവരെയാണ് നോമ്പുറപ്പിക്കേണ്ട കേട്ടോ. എല്ലാ അണ്ടനെയും അടകോടനെയും വിളിച്ച് നോമ്പൊലിപ്പിക്കണം, അത് അങ്ങനെ ഒരു സൗഹാർദ്ദം പ്രകടിപ്പിക്കണം. വേണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷെ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. നോമ്പുള്ളവരെ, ചുരുങ്ങിയത് എനിക്കൊരു നോമ്പുണ്ടാവണം, നോമ്പുള്ളവരെയാണ് നോമ്പ് തുറപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റമദാനിൽ നമ്മുടെ പള്ളികളിലൊക്കെ ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക. ചെറിയ ചെറിയ മസാലകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ അറിയണ കാര്യം തന്നെയാണ്, എന്നാലും ഒരു റിഫ്രഷ്മെന്റ്, ഒരു റിഫ്രഷ്, അറിയണ ഇൽമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതാ ഞാൻ എൻ്റെ ഹുക്കുമുകൾ, കുറച്ച് ഫഖീഹായ കാര്യങ്ങൾ പറഞ്ഞത്. സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതിനൊക്കെ പറ്റിയ ക്ലാസ്സുകൾ നമ്മുടെ ഇതിലുണ്ടാവും, പള്ളിയിലുണ്ടാവും. പകലെ ഒരുപാട് സമയം നമുക്ക് കിട്ടും, ഭക്ഷണം കഴിക്കുന്ന സമയവും മറ്റു സമയമൊക്കെ നമുക്ക് ലാഭമാണ്. അതുകൊണ്ട് ഒഴിവ് കിട്ടുന്നതനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ഒരു കാര്യം അറിഞ്ഞു ചെയ്യണതും അറിയാതെ ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കാര്യം നിങ്ങൾ ഉണർത്തുന്നു. മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള സംഭാവന നമ്മൾ സ്വീകരിക്കും. ഇനി ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, റമദാൻ മാസമാണ്, പള്ളിയിൽ കൂടുതൽ ചെലവ് വരും നമുക്കറിയാം. ചെലവ് വരാൻ, പള്ളിയിൽ ചെലവ് വരണം, വീട്ടിലാണ് ചെലവ് വരാൻ പാടില്ലാത്തത്. വീട്ടിലാണ് കൂടുതൽ നമുക്ക് ചെലവ് വരല്. പള്ളിക്ക് ഒരു കാര്യം ഉണ്ടാകും, കാരണം പള്ളിയിലും ആളുകളും കാര്യങ്ങളും വരുന്ന പൊതുജനങ്ങൾക്ക് സൗകര്യം ചെയ്യലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് സംഭാവനകൾ നമ്മുടെ പള്ളിക്ക് നൽകുമ്പോൾ കാര്യമായിട്ട് തന്നെ നൽകണം. നമ്മുടെ പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.